Hi dear students. Next സിലബസിലെ 8.8 സെക്ഷനായിട്ട് കാണിച്ചിട്ടുള്ള ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടേഴ്സ് എന്നുള്ള ഭാഗമാണ് എടുക്കുന്നത്. നമുക്ക് ക്യാപിറ്റൽ എ ഒരു n/n മെട്രിക്സ് ആണ്. സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n ആണെങ്കിൽ the eigen value of the matrix A എന്താണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് AK ഈക്വൽ ടു ലാംഡ കെ എന്നുള്ള, അതായത് എ എന്നുള്ള മെട്രിക്സിന് കെ എന്നുള്ള ഒരു കോളം വെക്ടറും ഉണ്ട്. കോളം വെക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുണ്ടാവും. കോളം വെക്ടർ എന്ന് പറഞ്ഞാല് കോളം മെട്രിക്സ് ആണ്. അപ്പോ n ഓർഡറുള്ള ഒരു കോളം മെട്രിക്സ് ആണ് കെ എങ്കിൽ AK ഈക്വൽ ടു എ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ഓഫ് കെ എന്ന് പറഞ്ഞാല് നമ്മളുടെ കയ്യിൽ ഒരു 5/5 മെട്രിക്സ് ഉണ്ടെങ്കിൽ ആ 5/5 മെട്രിക്സിനെ ഒരു 5 ഓർഡറിൽ ഒരു കോളം മെട്രിക്സ് ഉണ്ട് 5/1 അതായത് 5 എൻട്രീസിൽ ഒരു കോളം മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ കോളം മെട്രിക്സിന്റെ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആയി മാറുമെങ്കിൽ we say that lambda is the eigen value of A and K is the eigen vector corresponding to the eigen value lambda. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഈ കൺസെപ്റ്റ് ഇല്ലസ്ട്രേറ്റ് ചെയ്യാം. ആദ്യം എക്സാമ്പിൾ ഇതാണ്. വെരിഫൈ capital K equal to column matrix 1 minus 1 1 is an eigenvector of the 3/3 matrix capital A equal to 0 minus 1 minus 3 2 3 3 minus 2 1 1. So we have to verify that K is an eigenvector of the 3/3 matrix A. And we can find the corresponding eigenvalue. എങ്ങനെ നോക്കാം? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് what is AK? AK കാണാം നമ്മള്. What is A into K? Matrix AK equal to 0 minus 1 minus 3 2 3 3 minus 2 1 1 into 1 minus 1 1. What is that? First row into first column. First row into first column 0 into 1 minus 1 into minus 1 plus 1 1 minus 3, that is minus 2, right? ഇനി ഫസ്റ്റ് റോയിലെ എല്ലാ എലമെന്റും കഴിഞ്ഞു. ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി രണ്ടാമത്തെ എൻട്രി ആണെങ്കിൽ ഫസ്റ്റ് റോനെ സെക്കൻഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് റോയിലെ എല്ലാ എൻട്രീസും കഴിഞ്ഞു. ഇനി സെക്കൻഡ് റോ എടുക്കുക. 2 into 1 2 minus 3 plus 3 2 minus 3 plus 3 എത്ര വരിക? 2. അതേപോലെ തേർഡ് minus 2 minus 1 അപ്പോൾ minus 3 ആയി. minus 3 plus 1 minus 2 ആയി. Now this can be written as a multiple of K. What is K? 1 minus 1 1. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതും? We can take the number minus 2
-2 പുറത്തെടുത്ത് എന്ത് വരിക 1 minus 1 1. So this equal to -2 times capital K. AK equal to -2K. So this the eigenvector of capital A corresponding to the eigenvalue. What is the eigenvalue? -2. ഇതാണ് നമ്മൾ ഈ ഒരു എക്സാമ്പിളിലൂടെ എന്താണ് ഐഗൺ വാല്യൂ എന്നും എന്താണ് ഐഗൺ വെക്ടർ എന്നും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി നിങ്ങളെ മെട്രിക്സ് ഇക്വേഷൻ സോൾവ് ചെയ്യാനൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പൊ അത് വെച്ചിട്ട് എന്താണ് നമ്മൾ പറഞ്ഞു ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു ദ ഐഗൺ വാല്യൂ ലാംഡ ഈസ് എന്താ പറയാ the non-zero vector k such that ak equal to lambda k. K is the eigen vector and lambda is the eigen value. Suppose let A be an n by n matrix, right? A equal to A11, A12, etc. A1n, A21, A22, etc. A2n, etc. etc. AN1, AN2, etc. ANN. Then this let K ഒരു column matrix ആണ്. അപ്പോൾ K equal to K1, K2, etc. AN എന്നെടുക്കുക. ലാംഡ കെ. അപ്പോൾ ഈ എ കെ ഈക്വൽ ടു ലാംഡ കെ എന്നുള്ള ഇക്വേഷൻ എങ്ങനെ ഉണ്ടാവുക? ഫസ്റ്റ് റോയിന്റെ ഫസ്റ്റ് കോളം എ കെ ഈക്വൽ ടു ലാംഡ കെ എന്നുള്ളത് എ കെ ഈക്വൽ ടു ലാംഡ കെ implies a minus lambda I into k equal to 0. Now what is a minus lambda I equal to 0? So this is a homogeneous system of equations, right? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ homogeneous system എന്ന് പറഞ്ഞാല് റൈറ്റ് സൈഡ് 0 ആയിട്ടുള്ള സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ് homogeneous system of equations എന്ന് പറഞ്ഞാൽ. ഇക്വേഷൻ എങ്ങനെ വരിക? a minus lambda I എന്ന് പറഞ്ഞാൽ a എന്നുള്ള മെട്രിക്സ് നിങ്ങൾക്ക് അറിയാലോ. lambda I എന്ന് പറഞ്ഞാല് ഡയഗണൽ എൻട്രീസ് ഒക്കെ ലാംഡ n by n മെട്രിക്സ് ആണ്. അപ്പൊ a minus lambda I എന്ന് പറഞ്ഞാൽ ശരിക്ക് ഇങ്ങനെയാണ് വരിക. a minus lambda I എന്ന് പറഞ്ഞാൽ ശരിക്ക് a11 minus lambda a12 ഡയഗണൽ എൻട്രീസ് മാത്രം ലാംഡ കുറച്ച മെട്രിക്സ് ആണ് വരിക. a21 a22 minus lambda etc. a2n ഇങ്ങനെ ലാസ്റ്റ് ann an1 an2 etc. ann minus lambda. This will be a minus lambda I. And നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഒരു ഹോമോജിനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് നോൺ സീറോ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ഹോമോജിനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് നോൺ സീറോ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആയിരിക്കണം. എന്ന് പറഞ്ഞാല് AK equal to lambda k. AK equal to lambda k has a non-zero solution if and only if coefficient matrix. Its coefficient matrix is this. Is the coefficient matrix. K യുടെ coefficient matrix ഇതാണ്. Now its coefficient matrix in the determinant എന്ന് പറഞ്ഞാല് determinant a minus lambda I equal to 0. So we evaluate lambda using this formula. ഒരു മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ കാണണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ഇതാണ്. So the eigen value of A is obtained by solving
determinant a minus lambda I equal to 0. അപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞ വിഷയങ്ങളില് ഈ അവസാനം പറഞ്ഞ ഈ കാര്യം മാത്രം നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. എന്താണ്? ഐഗൺ വാല്യൂ കാണാനുള്ള മെത്തേഡ്, എ എന്നുള്ള ഒരു n/n മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ കാണാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാല് ഡിറ്റർമിനന്റ് a മൈനസ് ലാംഡ I ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യാണ്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഫൈൻഡ് ദ ഐഗൺ വാല്യൂ of a equal to 1 2 1 6 minus 1 0 minus 1 minus 2 minus 1. This is a 3x3 matrix, right? To find the eigenvalue, we just solve the determinant equation, or we just solve the equation determinant a minus lambda I equal to 0. That is, what is determinant a minus lambda I? അതായത് ലാംഡ I എന്ന് പറഞ്ഞാൽ ഇവിടെ a എന്ന് പറഞ്ഞാൽ 3x3 മെട്രിക്സ് ആണ്. അപ്പൊ I എന്ന് പറഞ്ഞാൽ 3x3 മെട്രിക്സ് ആയിരിക്കും. അപ്പൊ ലാംഡ I എന്ന് പറഞ്ഞാൽ I എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 1 0 0 0 1 0 0 0 1 ആണ് I. ലാംഡ I എന്ന് പറഞ്ഞാലോ ലാംഡ 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 അല്ലെ? അപ്പോ ഇതിൽ നിന്ന് ഇത് കുറച്ച് എന്താ വരിക? അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്താൽ മതി? ഡിറ്റർമിനന്റിന്റെ ഡയഗണലിൽ നിന്ന് മാത്രം ലാംഡ 1 മൈനസ് ലാംഡ 2 1 6 മൈനസ് 1 മൈനസ് ലാംഡ 0 minus 1 minus 2 minus 1 minus lambda equal to 0. We have to solve this equation. This determinant a minus lambda I, that is subtract from the matrix A, subtract lambda from each diagonal entry and put in vertical bracket. കാരണം നമ്മൾ ഇത് എന്താ പറയുക, ഡിറ്റർമിനന്റ് ബ്രാക്കറ്റിനകത്ത് ഇടാം. Okay. Now solving this. 1 minus lambda into minus 1 minus lambda into minus 1 minus lambda എന്ന് പറഞ്ഞാൽ minus 1 minus lambda whole square, right? Minus 0 minus 2 into 6 into minus 1 minus lambda minus 0, right? That's 1 into 6 into minus 2 minus 12 എന്താ പറയാ മൈനസ് മൈനസ് 1 ഇൻറ്റു മൈനസ് അല്ലേ പ്ലസ് അങ്ങനെ എഴുതാ പ്ലസ് മൈനസ് 1 മൈനസ് ലാംഡ ഈക്വൽ ടു 0. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ബ്രാക്കറ്റിനകത്തുള്ള സിംപ്ലിഫൈ, ഇത് ലാസ്റ്റ് സിംപ്ലിഫൈ ചെയ്യാൻ കുറച്ച് സമയം എടുക്കുക. കാരണം ഈ ഇക്വേഷൻ തെറ്റാൻ വളരെയധികം സാധ്യത ഉണ്ട് ഇത് ചെയ്യുമ്പോൾ. അപ്പൊ ആദ്യം നോക്കാം, മൈനസ് 1 മൈനസ് ലാംഡ പറഞ്ഞാൽ മൈനസ് ഓഫ് 1 പ്ലസ് ലാംഡ എന്നാണ് അല്ലെ? ആ ബ്രാക്കറ്റിനകത്തൊരു മൈനസ് കോമൺ എടുക്കുക, അതിനാണ് സ്ക്വയർ ചെയ്ത് അതും പോയി. അപ്പൊ ഇത് 1 പ്ലസ് ലാംഡ ഹോൾ സ്ക്വയറിനോട് ഈക്വൽ ആയിരിക്കും. അപ്പൊ 1 പ്ലസ് 2 ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ ആയിരിക്കും ഫസ്റ്റ് ബ്രാക്കറ്റിനകത്ത് ഉണ്ടാകുക. നോക്കാം, മൈനസ് 2 ഇൻറ്റു രണ്ടാമത്തെ ബ്രാക്കറ്റ് മൈനസ് 6 ലാംഡ. ഓക്കെ, റൈറ്റ്. മൂന്നാമത്തെ ബ്രാക്കറ്റ് പ്ലസ് നേരെ 1 ഒഴിവാക്കിയത് മൈനസ് 12 മൈനസ് 1 മൈനസ് ലാംഡ, ഓക്കെ, ഈക്വൽ ടു 0. അപ്പോൾ ദിസ് ഈക്വൽ ടു ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ, ദാറ്റ് ഈസ് 1 ഇൻറ്റു 1 1 2 ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ. 1 ആ ബ്രാക്കറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇനി മൈനസ് ലാംഡനെ minus lambda minus 2 lambda square minus lambda cube plus 12 plus 6 lambda minus 12 minus 1 minus lambda equal to 0. പിന്നെ നമുക്ക് ടേമുകൾ കളക്ട് ചെയ്യാം. ടേമുകൾ കളക്ട് ചെയ്യുമ്പോൾ ലാംഡ ക്യൂബ് മുതൽ തുടങ്ങാം. ആദ്യം മൈനസ് ലാംഡ ക്യൂബിന്റെ ഒരൊറ്റ ടേമേ ഉള്ളൂ, മൈനസ് ലാംഡ ക്യൂബിന്റെ ഒരൊറ്റ ടേമേ ഉള്ളൂ. ഇനി ലാംഡ സ്ക്വയറിന്റെ ടേമുകൾ ഏതൊക്കെയാണ്? ലാംഡ സ്ക്വയറിന്റെ ഇവിടെ ഒരു ലാംഡ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് 2 ലാംഡ സ്ക്വയർ ഉണ്ട്, 2 ടേമേ ഉള്ളൂ അല്ലെ? അപ്പൊ എന്താണ് വരിക? മൈനസ് ലാംഡ സ്ക്വയർ
മൈനസ് ലാംഡ സ്ക്വയർ പിന്നെന്താണ് വരിക ലാംഡയുടെ ടേം ഏതൊക്കെയാണ് വരിക പ്ലസ് 2 ലാംഡ മൈനസ് ലാംഡ പ്ലസ് 6 ലാംഡ മൈനസ് ലാംഡ. അപ്പൊ 2 ലാംഡ മൈനസ് ലാംഡ പറഞ്ഞാൽ ലാംഡ പ്ലസ് 6 ലാംഡ പറഞ്ഞാൽ 7 ലാംഡ, 7 ലാംഡ മൈനസ് ലാംഡ പറഞ്ഞാല് എത്രയാണ് വരിക? ഇവിടെ 12 ലാംഡ ഉണ്ട്. ഇവിടെ 12 ലാംഡ ഉണ്ട്. അപ്പോ ലാംഡയുടെ ടേം 2 ലാംഡ മൈനസ് ലാംഡ ആ ലാംഡയും ക്യാൻസൽ ആവും, പ്ലസ് 12 ലാംഡ ഉണ്ടാവും. പിന്നെ കോൺസ്റ്റന്റ് ടേം എന്താണ്? ഈ 12ഉം ഈ മൈനസ് 12ഉം ക്യാൻസൽ ആവും, ഈ മൈനസ് 1ഉം ഈ പ്ലസ് 1ഉം ക്യാൻസൽ ആവും, ഈക്വൽ ടു 0, റൈറ്റ്? Equal to 0. Now, this is the cubic equation, but cubic equations നമ്മൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ നമുക്കൊന്നുകൂടി കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ട് അല്ലേ? മൈനസ് 12 ലാംഡ ഈക്വൽ ടു 0. ഇനി ലാംഡ കോമൺ എടുക്കാലോ. ലാംഡ ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ മൈനസ് 12 ഈക്വൽ ടു 0. That implies lambda equal to 0 or lambda square plus lambda minus 12 equal to 0. നിങ്ങൾക്ക് ഫാക്ടറൈസ് ചെയ്യാൻ കഴിയുണ്ടാവും, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ചിട്ട് ചെയ്യാണ് ഒന്നുകൂടിയും ബെസ്റ്റ്. നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റാൻ സാധ്യത. ലാംഡ ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് 4 ഇൻറ്റു മൈനസ് 12 ദാറ്റ് ഈസ് 48/2 that is equal to -1 plus or minus 7/2 that is 6/2 and minus 8/2 that is 3 and minus 4. Right. Appo endakeyana eigen values? So eigen values are 0, 3 and minus 4. There are 3 eigenvalues, 0, 3 and minus 4. അപ്പോൾ ഇതാണ് ഐഗൺ വാല്യൂസ്. ഇനി ഐഗൺ വെക്ടേഴ്സ്, ഇതിന്റെ ഐഗൺ വെക്ടേഴ്സ് കൂടി കാണാം നമുക്ക്. പിന്നെ ഈ എക്സാമ്പിൾ മാത്രം മതിയല്ലോ. Now what is the eigenvector? Eigenvector കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ല. നമുക്കിപ്പോ ഐഗൺ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഐഗൺ വെക്ടേഴ്സ് ആണ്. ഐഗൺ വെക്ടേഴ്സ് കിട്ടണമെങ്കിൽ നമുക്ക് a മൈനസ് ലാംഡ ഐ ഇൻറ്റു k ഈക്വൽ ടു 0 സോൾവ് ചെയ്യണം. റൈറ്റ്? a മൈനസ് ലാംഡ ഐ ഇൻറ്റു k ഈക്വൽ ടു 0 എന്നുള്ള മെട്രിക്സ് ഇക്വേഷൻ സോൾവ് ചെയ്യണം. അപ്പൊ ലാംഡന്റെ വാല്യൂ 3 എണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് 3 എണ്ണം സോൾവ് ചെയ്യണം. We have to find lambda, we have to find k such that a minus 0i into k equal to 0, a minus 3i into k equal to 0, a plus 4i into k equal to 0. So as case 1, we put lambda equal to 0. So we have to solve the equation a minus 0 into k equal to 0. എങ്ങനെയാണ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? a minus 0 into k equal to 0 സോൾവ് ചെയ്യാൻ നമ്മള് കോഎഫിഷ്യന്റ് മെട്രിക്സും ജോർദാൻ എലിമിനേഷൻ മെത്തേഡിൽ ചെയ്യാം. a minus 0, what is the matrix A? പിന്നെ ഡയഗണൽ എൻട്രിയിൽ നിന്ന് 0 ആണ് കുറക്കേണ്ടത്. അപ്പോൾ 1 2 1 6 minus 1 0, 1 2 1 6 minus 1 0, 6 minus 1 minus 1 minus 2 minus 1. This is our matrix, and
This our k equal to k1, k2, k3 ആണ് വിചാരിക്കുക. Right side 0 equal to 0, 0, 0. നമ്മളിത് സോൾവ് ചെയ്യാന് നമ്മൾ ജോർദാൻ എലിമിനേഷൻ മെത്തേഡാണ് ഉപയോഗിക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഈ മെട്രിക്സിനെ 1, 2, 1, 6, -1, 0, -1, -2, -1 ഒരു വരടും റൈറ്റ് സൈഡിൽ 0, 0, 0. ഏത് 0 ആണ്? ഇതാണ് ഇവിടെ. ഇത് കോഎഫിഷ്യന്റ് മെട്രിക്സിനെയും റൈറ്റ് സൈഡ് എന്തായാലും നമ്മളെ ഐഗൺ വെക്ടർ കാണുമ്പോൾ എപ്പോഴും റൈറ്റ് സൈഡ് 0 ആയിരിക്കും. അങ്ങനെ ഹോമോജീനിയസ് സിസ്റ്റം ആണ് നമുക്ക് അവിടെ സോൾവ് ചെയ്യാനുള്ളത്. ഇത് നിങ്ങളെ എങ്ങനെ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എനിക്കറിയില്ല, ഞാൻ പഠിപ്പിക്കാത്ത ഭാഗമാണിത്, മിസ് പഠിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോ നമുക്ക് ഈ മെട്രിക്സിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ നോക്കുന്ന കാര്യം ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എൻട്രി എന്താണ് എന്നുള്ളതാണ്. അത് 1 ആണെന്ന് ഉറപ്പ് വരുത്തണം ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അത് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നില്ല നിങ്ങൾക്ക് അറിയാം. ഒന്നുകിൽ ഇപ്പൊ ഇത് 1 അല്ലെങ്കിൽ ഈ അവസാനത്തെ റോ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ അവിടെ എന്താണോ അല്ല അതുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടോ എങ്ങനെയെങ്കിലും നമ്മൾ അതിനെ 1 ആക്കി മാറ്റും. ഇനി നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാല് ആ 1 ആക്കി മാറ്റിയാൽ അതിന്റെ താഴെ സീറോസ് വരുത്തണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യുക? ഒന്നാമത്തെ ഓപ്പറേഷൻ R2 മാറ്റുന്നത് R2 -6 ടൈംസ് R1, R3 മാറ്റുന്നത് R3 + R1. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുന്നില്ല, ഇതിലാണ് ഞാൻ ചെയ്യണത്. ഇവിടുന്ന് ഇവിടെ 0 ആക്കണമെങ്കിൽ ഇതിനെ ഫസ്റ്റ് റോ ഉപയോഗിച്ച് എങ്ങനെ 0 ആക്കും? 6ൽ നിന്ന് എത്ര കുറക്കണം? 6 കുറക്കണം. അപ്പോ നമ്മൾ എന്താണ് വെച്ചാല് ഈ റോയിൽ നിന്ന് ഈ റോന്റെ 6 ഇരട്ടി കുറക്കണം. അപ്പൊ നമുക്ക് ഇവിടെ 0 കിട്ടും. അതേപോലെ ഈ റോയും തമ്മിൽ ആഡ് ചെയ്താൽ ഇവിടെ 0 കിട്ടും. അത്ര നമ്മുടെ ലക്ഷ്യമുള്ളൂ. ബാക്കി അതിനനുസരിച്ച് വാല്യൂസ് മാറും. അപ്പൊ 1, 2, 1, 6 - 6, -1, -12 അല്ലേ? 0, -6, 0, -0. അവിടെ എന്തായാലും 0 മാറില്ല. ഇനി ഇവിടെ -1 + 1, 0, -2 + 2, 0, -1 + 1, 0, റൈറ്റ്. ഇവിടെ എന്തായാലും ഈ 0ക്ക് എന്തായാലും സീറോകൾ തമ്മിലല്ല നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും ഇവിടെ കാര്യമായിട്ട് വ്യത്യാസങ്ങളൊന്നും വരില്ല. അപ്പൊ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എൻട്രി 1 ആക്കി. ഇനി ഡയഗണലി നെക്സ്റ്റ് എൻട്രിയിലേക്കാണ് നമ്മൾ വരിക. ഡയഗണലി നെക്സ്റ്റ് എൻട്രി. ഇനി നമ്മളുടെ ലക്ഷ്യം ഇവിടെ 1 ആക്കാനാണ്. ഇവിടെ 1 ആക്കാൻ നമുക്ക് വലിയ സ്കോപ്പ് ഉണ്ടാവാൻ സാധ്യതയില്ല. ആ എൻട്രിനെ കൊണ്ട് റോനെ ഡിവൈഡ് ചെയ്യായിരിക്കും നല്ലത്. റോ മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളുടെ അടുത്ത ഓപ്പറേഷൻ R2 gives R2 divided by -13. So the matrix becomes 1, 2, 1, right? 0, 1, 6/13 minus cancel 0, 0, 0, 0, 0, 0. Now what about the next step? ഇനി വേണ്ടത് ഇപ്പൊ നമ്മൾ ഇത് 1 ആക്കി മാറ്റി, നമ്മൾ കരുതിയ പോലെ ഇത് 1 ആയി. ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ മുകളിലും താഴെയും 0 ആക്കാണ് വേണ്ടത്. ഇതിന്റെ താഴെ നമ്മൾ 0 ആക്കാതെ തന്നെ ഓൾറെഡി 0 ആയിട്ടുണ്ട്. അപ്പൊ മുകളിൽ 0 ആക്കുക. മുകളിൽ 0 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 1 ഉപയോഗിച്ച് എങ്ങനെ 2നെ 0 ആക്കാം? 2ൽ നിന്ന് എത്ര കുറക്കണം? 2 കുറക്കണം. അപ്പൊ 2 times 1, 2 - 2 times 1. So our operation is R1 is replaced by, or R1 becomes R1 - 2 times R2. So the matrix becomes 1 - 2 times 0, 2 - 2 times 1, 1 - 2 times 6/13. That is 1 - 12/13. 1 - 12/13 അല്ലേ? എത്ര വരിക? 1/13, right? 1/13. പിന്നെ 0, 1, 6/13, 0, 0, 0.
Now how to solve the equation? Now equation becomes നോക്കുക ഇവിടെ വെച്ച് നമുക്ക് equation എഴുതുന്ന ശ്രദ്ധിക്കുക. നോക്കുക, this is the row of k1, this is the row of k2, this is the row of k3, this is the right side. So 1 into k1 നോക്കുക coefficient 1 into k1 0 into k2 ആവശ്യമില്ല, പ്ലസ് ഒക്കെ പ്ലസ് ആണ്, 1/13 k3 equal to 0. ഇനി സെക്കൻഡ് റോ ഇതേപോലെ എന്ത് വരിക, 0 k1 plus k2 6/13 k3 equal to 0. അവസാനത്തെ എഴുതിയിട്ട് വല്ല കാര്യമുണ്ടോ? 0 k1 plus 0 k2 plus 0 k3 equal to 0 നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുക k1 equal to 1 minus 1/13 k3, k2 equal to minus 6/13 k3. k3ക്ക് നമുക്ക് ഇഷ്ടമുള്ളൊരു വാല്യൂ കൊടുക്കാന്നുള്ളൊരു k3ക്ക് നമുക്ക് ഇഷ്ടമുള്ളൊരു വാല്യൂ കൊടുക്കുക. ഏതായിരിക്കും നിങ്ങൾ കൊടുക്കുന്ന വാല്യൂ? k3ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് 1 കൊടുക്കാം, പക്ഷെ അതിനേക്കാളും നോക്കുക ആ ഡിനോമിനേറ്റർ ക്യാൻസൽ ചെയ്യാൻ പോകുന്ന ഒരു ഐഡിയ ഉണ്ടല്ലോ, ഏതായിരിക്കും? ഇപ്പൊ പുട്ട് നമുക്ക് ദിസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ആ മെട്രിക്സിന്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമല്ല കൊടുക്കാം കേട്ടോ. k3ക്ക് നിങ്ങൾക്ക് ഇഷ്ടമല്ല വാല്യൂ കൊടുക്കുക. k3 equal to 13, k3 equal to 13 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലേ k1 equal to എന്താ പറയാ -1, right? k2 equal to -6 and k3 equal to നമ്മൾ ചെയ്തില്ലേ 13. So k equal to -1 -6 13. This is the eigenvector corresponding to the eigenvalue 0, right? Now we may go to the second eigenvalue, case 2 lambda 2, case 2 lambda equal to എന്തായിരുന്നു രണ്ടാമത്തെ eigenvalue? എന്തായിരുന്നു രണ്ടാമത്തെ eigenvalue? രണ്ടാമത്തെ eigenvalue 3ഉം ഇനി 3ഉം -4 ആണല്ലേ, 3ഉം കൂടി ഞാൻ ചെയ്യാം, -4 നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എന്താണ് നമ്മളുടെ a minus 3i എന്നങ്ങാണ്ടാണ് വരിക. അപ്പൊ a എന്ന് പറയുന്ന മെട്രിക്സ് നമുക്കറിയാം എന്താണ് എന്നുള്ള മെട്രിക്സ് 1 2 1 1 2 1 6 -1 0 minus നോട്ടെ 1 2 1 6 -1 0 -1 -2 1 അല്ലേ, ശരിയല്ലേ? ഇതാണ് എന്താ നമ്മളുടെ a എന്നുള്ള മെട്രിക്സ്. അപ്പൊ a minus 3i എന്ന് പറഞ്ഞാല് ഡയഗണൽ എൻട്രീസ് 3 കുറക്കുക, ദാറ്റ് ഈസ് -2 2 1 6 -4 0 -1 -2 -4, റൈറ്റ്? അല്ലെ, ഇതാണ് നമ്മളുടെ മെട്രിക്സ്. You have to reduce this equation. This is our equation, right? അല്ലെ, അപ്പൊ ഇനി നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേണമെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ തന്നെ എന്ത് ചെയ്യാം, -2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ലാസ്റ്റ് ഇക്വേഷന് മുകളിലേക്ക് എടുത്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മളിവിടെ വലിയ അവസാനത്തെ ടേം 1 ആണ്, എന്നാലും നമ്മൾ എന്ത് ചെയ്യാ ഇതിനെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ -2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് -2 കൊണ്ട് ഡിവൈഡ് ചെയ്താല് ഇവിടെ ഫ്രാക്ഷൻ വരും, ലാസ്റ്റ് 1/2 വരും. അപ്പൊ അത് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ റോ ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പൊ R1 ഇന്റർചേഞ്ചസ് R3, ആദ്യം അതാണ് നമ്മൾ ചെയ്യുന്നത്, പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യുക. അപ്പൊ എന്താണ് വരിക, R1ഉം R3ഉം തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്താല് -1 -2 -4
6 minus 4 0 minus 2 2 ഇതായാലും ഒന്നുകൂടി ഉണ്ടാവും തോന്നുന്നു. ഇനി എന്ത് ചെയ്യാ, R1ന് പകരം R1നെ നോക്കാം. നമ്മളുടെ എയിം ഇതാണ്, ഇവിടെ 1 ആകണം. ഇവിടെ -1 ആണുള്ളത്. -1 നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാ, അതിനെ 1 ആക്കി മാറ്റുക. അപ്പൊ എന്ത് ചെയ്യാ, R1നെ -1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ -1 മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത് വേണമെങ്കിലും പറയാലോ, രണ്ടും ഒന്ന് തന്നെയല്ലേ. അപ്പൊ എന്താ മെട്രിക്സ് 1 2 4 6 minus 4 0 sorry -2 2 1 okay right അല്ലേ, -2 2 1 0 0 0 തൊട്ടുമ്പത്തെ സ്റ്റെപ്പിൽ എഴുതാം, വിട്ടുപോയതാണ് കേട്ടോ. 0 0 0 അപ്പൊ ഇനി നമുക്ക് ഓപ്പറേഷൻ തുടങ്ങാം. R2 gives R2 അല്ലെ, ഇവിടെ 1 കിട്ടി. R2 gives R2 minus 6R1. R3 gives R3 plus 2R1. So the matrix becomes 1 2 4 plus 0 വ്യത്യാസമില്ല. 6 minus 6 minus 4 minus 12 minus 4 minus 12 അല്ലേ, 0 minus 24 0 minus 24 and last row -2 plus 2 2 plus 4 1 plus 8 ശരിയല്ലേ. ഈ പക്ഷെ എന്നാലും 2 ടേമിൽ ഏത് വരുള്ളൂ. ഇനിയിപ്പോ ഇപ്പോഴും നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെയും എന്ത് ചെയ്യാന്ന് വെച്ചാല് R2 മാത്രമാണ് ഇന്റർചേഞ്ച് ചെയ്താൽ മതി. എന്നിട്ട് R3നെ 6 കൊണ്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആ 2 സ്റ്റെപ്പ് ഞാൻ ഒന്നിച്ച് പറയണേ, കാരണം ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു സ്റ്റെപ്പിൽ ഒന്നേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലെ, 6 കൊണ്ട്. പിന്നെ സോറി, R2നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. R2നെ -16 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 1 2 4 0 1 എത്ര വരിക, 24നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 4 6 24 4 16 3/2 right 0 6 9. ഇനി നമ്മളുടെ എയിം സോറി ഇവിടെ 0 0 0 ഉണ്ട്. ഇനി അടുത്ത നമ്മളുടെ എയിം എന്ന് പറഞ്ഞാല് ഇവിടെ രണ്ടിടത്തും 0 ആക്കലാണ്. അപ്പൊ എന്തായിരിക്കും ഓപ്പറേഷൻ, R1 gives R1 minus 2R2, R3 gives R3 minus 6R2 right. അപ്പൊ എന്താണ് വരിക, 1 2 4 0 0 സോറി 1 2 4 അല്ലേ വരല്ലേ, 1 minus 2 into ഇവിടെ 0 വരും. പിന്നെ 4 minus 2 into 3/2 എത്ര വരിക, 4 minus 3 that is 1 0 1 3/2. ഇവിടെ എന്ത് വരിക, 6 minus 6 0 9 minus 6 into 3/2 0 അല്ലേ വരിക. അപ്പൊ എന്താണ് വരിക, നേരത്തെ പോലെ K1 K2 K3 എന്താണ് വരിക, ആദ്യ ഇക്വേഷൻ K1 plus K3 equal to 0.
രണ്ടാമത്തെ ഇക്വേഷൻ k2 plus 3/2 k3 equal to 0. അപ്പൊ എന്താണ് ഇക്വേഷൻസ് ആവാ? k1 equal to minus k3, k2 equal to minus 3/2 k3. k3ക്ക് എന്ത് കൊടുക്കാം? 2 കൊടുക്കാം, അല്ലെങ്കിൽ minus 2 കൊടുക്കാം. k3ക്ക് 2 കൊടുക്കാം, അല്ലെങ്കിൽ minus 2 കൊടുക്കാം, അല്ലെ? k3 equal to minus 2 കൊടുത്താൽ എന്താവും? minus 2 കൊടുത്താൽ k1 equal to 2 ആവും, k2 equal to 3 ആവും, k equal to minus 2 3 minus 2 എന്ന് കിട്ടും. ഇതേപോലെ നിങ്ങൾ അടുത്ത k കൂടി ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോ ഇറ്റ് ഈസ് നോട്ട് സോ സിമ്പിൾ, റൈറ്റ്? അല്ലേ? കുറച്ച് കാര്യമായിട്ട് ചെയ്യാനുണ്ട്. ഫോറും നിങ്ങൾ ഇതേപോലെ ചെയ്യുക. 4 ചെയ്താൽ നിങ്ങൾക്ക് എന്താ പറയാ -1 to 1 ആണ് കിട്ടുക. -1 to 1 ആണ് കിട്ടുക. ലാംഡ ഈക്വൽ ടു 4 നിങ്ങൾ ചെയ്താൽ -4 നിങ്ങൾ ചെയ്താൽ ഈക്വൽ ടു -1 to 1 ആണ് കിട്ടുക. നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ കേസിലും എന്താണ് കിട്ടുന്നത് നിങ്ങൾ നോക്കട്ടോ. ഞാൻ -1 to 1 തന്നെയാണ് ആൻസർ കിട്ടുക. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ. Next, find the eigenvalues and eigenvectors of A equal to 3, 4, -1, 7. ഇത് നിങ്ങളെ വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. അങ്ങനെ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ വരുള്ളൂ. ഡിറ്റർമിന്റ് മൈനസ് ലാംഡ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 3 minus lambda 0, -1 7 minus lambda equal to 0. ഡിറ്റർമിന്റ് എക്സ്പാൻഡ് ചെയ്താൽ 3 minus lambda into 7 minus lambda equal to 0. Lambda equal to 3, 7. Corresponding eigenvectors A minus lambda I into K equal to 0. That is എന്താണ് വരിക? എന്താ പറയാ, നമ്മൾ ആ ഇക്വേഷൻ ഇങ്ങനെ ആവും. ഡയഗണൽ എൻട്രീസ് നിന്ന് ആദ്യം കേസ് 1 ലാംഡ ഈക്വൽ ടു 3 ആവുമ്പോ എന്തായിരിക്കും? 3 minus 3 0, -1 7 minus 3 0 0 അല്ലെ? 2/2 മാട്രിക്സ് ആകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. എന്താണ് ഇതിൽ ചെയ്യുക? ഇസ് ഈക്വൽ ടു 0 0 -1 4 0. ആദ്യം തന്നെ എന്ത് ചെയ്യണം? R1 ആൻഡ് R2 ആർ ഇന്റർചേഞ്ച്ഡ്. ഒന്നും ചെയ്യേണ്ട ഇല്ല ശരിക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ നേരെ ചെയ്യാം. കാരണം K1 ഉം K2 എടുത്തിട്ട് നേരിട്ട് ചെയ്താൽ മതി. അപ്പോൾ -K1 + 4K2 സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല. K1 equal to -4K2. ഇനി അതേപോലെ അപ്പോൾ K2 equal to എന്ത് കൊടുക്കുക? K2 equal to 1 കൊടുത്താൽ K1 equal to 4. So K equal to 4 1. Okay. ഇതേപോലെ കിട്ടും. നിങ്ങൾ ഈ കോൺസ്റ്റന്റ് മാറ്റി എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾ K2 equal to
-1 ആണ് എടുത്തതെങ്കിലോ -4 -1 ആയിരിക്കും. അപ്പൊ ആ സെലക്ഷൻ നിങ്ങളുടെ സൗകര്യമാണ്. നിങ്ങൾക്ക് ആൻസർ ഭംഗിയാക്കാൻ വേണ്ടി കൂടുതൽ നല്ല വാല്യൂസ് കൊടുക്കാന്നുള്ളൂ. അപ്പൊ ഓരോരുത്തർ ചെയ്യുന്നതിലും ആൻസർ മൾട്ടിപ്പിളിന്റെ വ്യത്യാസം ഉണ്ടാവാം. അത്രേ വ്യത്യാസം വരുള്ളൂ കേട്ടോ. കോൺസ്റ്റന്റ് മൾട്ടിപ്പിളിന്റെ വ്യത്യാസം ഉണ്ടാവാം.